അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ VKN സ്മാരക മന്ദിര വിപുലീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 50 ലക്ഷം രൂപയുടെ പദ്ധതിയാണിത്. ഫർണിച്ചറുകളുടെ കൈമാറ്റവും ചടങ്ങിൽ വെച്ച് നടന്നു. തിരുവല്ലാമലയിലെ VKN സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഇടപെടൽ എഴുത്തുകൾ എല്ലാം നമ്മുടെ സമൂഹത്തിൽ വലിയ ചിന്തകൾക്കും മാറ്റത്തിനും വിധേയമായിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ എഴുത്തുകാരുടെ പ്രത്യേകതയായിട്ട് വേണ്ടത്. ഹാസ്യത്തിലൂടെ ഗൗരവമുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിക്കുക, എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെയുള്ള VKN പോലെയുള്ള ആളുകളെ വരും തലമുറയും ഓർമ്മിക്കപ്പെടണം. കേവലം ഇന്നുള്ള കാലം കഴിഞ്ഞു പോയാലും അദ്ദേഹത്തെ വീണ്ടും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറാകുന്ന തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും. അത്തരം തലമുറകളുടെ കുറവ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള സംശയമെല്ലാം ഉയർന്നു വരുന്ന കാലഘട്ടമാണ്. തീർച്ചയായിട്ടും VKN ഓർക്കുക, സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വവും കടമയായിട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 2023-24 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന സർക്കാർ സ്മാരക മന്ദിരത്തിന്റെ വിപുലീകരണത്തിനായി അനുവദിച്ച 50 ലക്ഷം രൂപയുടെ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഇതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് 7 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 10,000 രൂപയും അനുവദിച്ചു വാങ്ങിയ ഫർണിച്ചറുകളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രീതിയിലേക്ക് മാറണം. അതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയ ഒരാളുണ്ട്, നോട്ടീസിൽ പെട്ടെന്ന് കാണാത്തത് കൊണ്ടാണ് നമ്മുടെ മാനസി ചേച്ചി. തിരുവല്ലാമലയിലെ സാഹിത്യവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും സാന്നിധ്യമായിട്ട് കാണുന്ന മാനസി ചേച്ചിയും നമ്മളോടൊപ്പം ഈ സന്തോഷ മുഹൂർത്തത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചേച്ചി പറയായിരുന്നു, ഇന്ന് രാവിലെയാണ് മോളെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയത്, വൈകുന്നേരം ആകുമ്പോഴേക്കും തിരുവല്ലാമലയിൽ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഒത്തുചേർന്ന് ഇനിയും ഇതുപോലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ MLAയുടെ സാന്നിധ്യം ഇല്ലെങ്കിലും നമ്മുടെ MP അടക്കമുള്ള MLA അടക്കമുള്ള ആളുകളോട് നമുക്ക് ആവശ്യപ്പെടാം. നേരത്തെ മാഷടക്കമുള്ള ആളുകൾ പറയണ പോലെ ആരെ കാണുമ്പോഴും നമുക്ക് നമ്മുടെ സ്മാരകവുമായി ബന്ധപ്പെട്ട ഓരോ പുതിയ പ്രവർത്തനത്തിനും ആവശ്യമായ ഫണ്ട് വേണം, പ്രവർത്തനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടാം. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ, VKNന്റെ മകൾ രഞ്ജന കൃഷ്ണകുമാർ, പ്രശസ്ത സാഹിത്യകാരി മാനസി, സ്മാരക മന്ദിരം പ്രസിഡന്റ് N. രാംകുമാർ, സെക്രട്ടറി KR. മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ PWD കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK. സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള പിറവിയോടനുബന്ധിച്ച് VKN സ്മാരക സമിതിയും ലയൺസ് ക്ലബ്ബ് ഓഫ് വില്വാദ്രി പാമ്പാടിയും സംയുക്തമായി നടത്തിയ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥിനികൾക്കുള്ള ഉപഹാര സമർപ്പണവും ഇതോടൊപ്പം നടന്നു. CCV ന്യൂസ്, തിരുവല്ല.